ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഒരു കോഴിക്കറി ഉണ്ടാക്കിയാലോ. ഡിന്നറിന് കോഴിക്കറിയും ഒരു പൂരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചേക്കുന്നത്. അതിന് ഞാൻ ഒരു 5 പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ ഫാറ്റൊക്കെ മാറ്റിയിട്ട് ഞാനത് സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. അരിഞ്ഞെടുത്ത് വീണ്ടും നന്നായിട്ട് കഴുകി അതിൻ്റെ ബ്ലഡിൻ്റെ അംശമൊന്നും ഇല്ലാതെ ആ ചിക്കനെല്ലാം കഴുകിയെടുത്തിട്ട് പിന്നെ അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ 2 സ്പൂൺ തൈര് ഞാൻ ഇതിനകത്തോട്ടിടുന്നുണ്ട്. ഈ കാണുന്ന സ്പൂണിൻ്റെ അളവിലാണ് ഞാനിനി എല്ലാം എടുക്കുന്നത് കേട്ടോ. എൻ്റെ എല്ലാ പൊടികളും എല്ലാം ഈ സ്പൂണിൻ്റെ അളവിലാണ്. അപ്പോൾ പൊടിയായിട്ട് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി കായം എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി 1 സ്പൂണ്, അതുപോലെ ചിക്കൻ മസാല 2 സ്പൂൺ എടുത്ത് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നമ്മുടെ ചിക്കൻ്റെ അകത്തോട്ട് ഞാൻ പുരട്ടി അതിനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഞാൻ വെക്കും. കാരണം കുറഞ്ഞ 2 മണിക്കൂർ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് തൈരും മസാലയും എല്ലാം കൂടെ ചിക്കനകത്ത് പിടിച്ച് അതവിടെ ഇരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കും. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കും. ഒരു 6 പീസ് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്മോൾ പീസല്ല, ഒരുവിധം വലിപ്പമുള്ള ഇഞ്ചി എടുത്തു. ഇതിനകത്താണ് ഞാൻ ഇഞ്ചി ചതച്ചെടുക്കുന്നത് കേട്ടോ. ചതച്ചാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 സവാള റെഡ് ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഉരുളക്കിഴങ്ങും ഞാൻ എടുത്തു. ഉരുളക്കിഴങ്ങ് എനിക്കിഷ്ടമാണ് ചിക്കൻ കറിക്കകത്ത്. ഞാൻ ആദ്യത്തെ ദിവസം മാത്രമേ ചിക്കൻ കൂട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഈ ഉരുളക്കിഴങ്ങാണ് കൂട്ടാറ് മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ അതും ഇതുപോലെ സ്ക്വയറായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ഒനിയനും ഞാൻ ഈ ഷേപ്പിൽ അരിഞ്ഞെടുത്തു കേട്ടോ. അതെല്ലാം മാറ്റി വെച്ചു. നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ സവാളയും റെഡിയായിട്ട് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. ഇഷ്ടമില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എടുക്കണമെന്നുമില്ല. പിന്നെ ഞാൻ ഈ കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി എടുത്തായിരുന്നു. അപ്പം ചട്ടി വെച്ചിട്ട് കടുക് വറുക്കാൻ വേണ്ടി കടുകിട്ടു. പൊട്ടിക്കഴിഞ്ഞപ്പം ഉള്ളി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് കറിവേപ്പില ഇട്ടു. അത് മൂത്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കരിയാൻ പാടില്ല. അതുകൊണ്ട് ഒരു മീഡിയം തീയിലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്ത് അതിനകത്തോട്ട് ഞാൻ ചേർത്തു. പിന്നെ ഇനി നമുക്കിടേണ്ടത് മസാലകളാണ്. ആ മസാലകൾ ഇടാൻ വേണ്ടി ഞാൻ നേരത്തെ എടുത്ത അതേ മസാല, മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത മസാലയില്ലേ, അതേ മസാല തന്നെ കുറച്ച് അളവ് കൂട്ടി ഒരു ഡബിൾ അളവിൽ ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടിയുണ്ട്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് എടുത്തു കേട്ടോ. കുരുമുളക് പൊടിയുണ്ട്, ചിക്കൻ മസാലയുണ്ട്, ഗരം മസാലയുണ്ട്. ഞാൻ ഇതിനകത്ത് കായം പൊടി ഇച്ചിരി ചേർക്കും കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കായം ചിക്കനകത്തൊക്കെ ചേർക്കണമെന്നുള്ളത് മനസ്സിലായത്. അതും റീസെൻ്റ്ലി ഒരു വിത്തിൻ 2 മന്ത് ആയിട്ടുള്ളൂ കേട്ടോ ഞാനത് അറിഞ്ഞിട്ട്. അതിൽ പിന്നെ ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഇച്ചിരി കായപ്പൊടി കൂടെ ചേർക്കും. ആ പൊടി ഞാൻ നേരിട്ട് കൊടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടാണ് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ മൂപ്പിച്ചെടുത്തില്ലേ അതിനകത്തോട്ട് ചേർക്കുന്നത്. അതിനകത്ത് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ആ പൊടിയുടെ ഒരു പച്ചപ്പ്, ആ ഒരു ഇതില്ലേ രുചി, അതൊന്ന് മാറിയെടുക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് ഞാനത് ഇളക്കി കൊടുത്തു. തീ സൂക്ഷിച്ചാണ്, കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ രുചി മാറും. അപ്പം അത് അടിയിൽ പിടിക്കാതെ അങ്ങനെ നല്ലതായിട്ട് പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മസാല എടുത്ത പാത്രമില്ലേ, ആ പാത്രത്തിനകത്ത് ഞാനത് കഴുകി അതിനകത്തുള്ള വെള്ളം അതിനകത്ത് വെള്ളം എടുത്തിട്ട് ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു
പാത്രം അതേ അളവിൽ ഒരു പാത്രം വെള്ളം കൂടെ ഞാൻ ഇട്ട് കൊടുക്കും. കാരണം ഇത് പൂരി ഉണ്ടാക്കാനാണല്ലോ. പൂരിക്കാകുമ്പോൾ ഇച്ചിരി ചാറ് വേണം. പിന്നെ ചോറിനകത്താണെങ്കിൽ ചാറ് ഇരുന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാനതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ചിക്കനും ഇട്ട് തിളച്ച് വരുന്നത് വരെ അത് വേകാൻ വേണ്ടി അവിടെ മൂടി വെച്ചു. അത് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചിക്കൻ്റെ ലുക്കാണ് ഇത്. അടിപൊളി ചിക്കൻ കറിയാണ്, നല്ല മണമുണ്ട്. അപ്പോൾ നമ്മുടെ പൂരി ഓൾറെഡി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു, ദാറ്റ്സ് റെഡി. അപ്പം വന്നാൽ ചിക്കൻ കറിയും പൂരിയും കൂടെ കഴിച്ചിട്ട് പോകാം.